ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിട്ടോ. കെട്ടുന്നറയാണ് നാളെ. അപ്പോൾ തലേ ദിവസം അമ്മതാ നമ്മളെ നെയ്തേങ്ങയ്ക്കുള്ളതും അവർക്ക് വേണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ പാറുട്ടിയുടെയും ഏട്ടൻ്റെ ഒക്കെ പുതപ്പ് പിന്നെ അങ്ങനത്തെ സഞ്ചികളൊക്കെ ഇല്ലേ അതൊക്കെ കഴുകി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചി നമ്മൾ കുറച്ച് കറക്കെ കണ്ടപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എടുക്കില്ല. പിന്നെ ഇതാ കെട്ടുനിറയുടെ ദിവസമായി അന്ന് കാലത്ത് ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയും ഒക്കെ കൂടി ചായ കുടിച്ചു. നമ്മൾ ദേവുട്ടിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇത് അങ്ങനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നിക്കാട്ടോ. നമുക്കൊരു 12-12:30 ആകുമ്പോൾ കെട്ടുനിറ പറഞ്ഞിട്ടുള്ളത് ഒരു 2-2:30 ആകുമ്പോഴാണ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. പക്ഷേ 3 മണിയൊക്കെ ആയിട്ട് അവർ പോകുമ്പോൾ. അപ്പോൾ അതാ നമ്മളെ ഗുരുസ്വാമി വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ പൂജാ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി തരാൻ പറഞ്ഞപ്പോൾ ഞാനത് കഴുകാതിരിക്കുന്നു. അപ്പോൾ നമ്മളെ അമ്മ അനിയനും വന്നിട്ടുണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കഴുകിത്തരാം, ഈ അങ്ങോട്ട് പൊക്കോ പറഞ്ഞിട്ട് നിന്ന് വർത്താനം പറയുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നത് വിന്ദർ അമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റായിട്ട് അവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ ആരും നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും നമ്മളെ ഫാമിലിയിലുള്ള ഒരുവിധം എല്ലാവരും പോകുന്നുണ്ട്. ഈ നമ്മൾ പോണത് ഇപ്പോൾ നമ്മളെ ഫാമിലിക്കാർ മാത്രമായിട്ട് വണ്ടി വിളിച്ചിട്ടാട്ടോ പോണത്. അപ്പോൾ അത് കാരണം ഒരു സമാധാനമുണ്ട് പിള്ളേരൊക്കെ ഉള്ള കാരണം. അപ്പോൾ അതാ ഈ ഒരു സംഭവം കണ്ട ശംഖ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടോ കയ്യിൽ പിടിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇത് ഞാൻ തന്നെ ഒന്ന് കഴുകി കൊടുത്തത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റേതിങ്ങനെ അമ്പലത്തിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ ഗുരുസ്വാമി തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ കെട്ടുനിറക്കി വന്നിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ആളെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അത് പൂജയ്ക്കുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടുനിറയുടെ ശരിക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്കായിട്ടാണ് ഫോൺ വെച്ചത്. പക്ഷേ അതിൽ ക്യാമറ വെച്ച് വന്നപ്പോഴത്തേനും ഓഫായി. ഒന്നും കിട്ടിയില്ല, ഒരു ക്ലിപ്പും കിട്ടിയില്ല. അത് ഓഫായിട്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കെട്ടുന്നവരും കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് സംഭവം ക്യാമറ ഓണല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പറ്റൽ പറ്റിയത് കാരണം ദേവുട്ടിലായാലും അമ്മയുടേതായാലും ഫസ്റ്റത്തെ കഞ്ഞിക്കെട്ടല്ലേ അവരുടെ കെട്ടുന്നറക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. അതിപ്പോൾ അവസാനം ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ ഓരോ നമ്മൾ കഷ്ണമായിട്ടുള്ള വീഡിയോസ് എടുക്കുക. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എടുത്ത് റെഡിയാക്കുമ്പോൾ കൈൻ മാസ്റ്റർ ഇട്ട് റെഡിയാക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ ഒരു വീഡിയോ മിസ്സിങ് ആണെന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ അത് ഷൂട്ടേ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം അത് ഫസ്റ്റത്തെ ഒരു കഞ്ഞിക്കെട്ടല്ലേ നമ്മൾ കഴിഞ്ഞ പോലെ നമ്മൾ പാറുട്ടിയുടെ കെട്ടുന്നറൊക്കെ ഇട്ടിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞ് അവർക്ക് കാണാമല്ലോ. ആ ഒരു ഇതിൽ ദേവുട്ടിയുടെ അമ്മയുടെതൊക്കെ തന്നെ എടുക്കട്ടെ വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ ആ സംഭവം പാത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഒരുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. എത്രയൊക്കെ നമ്മൾ ഒരുക്കി കാര്യങ്ങൾ എടുത്ത് വെച്ചാൽ ആ ടൈമിൽ ഓരോന്നും ചോദിക്കുമ്പോൾ നമ്മൾ ഓടി നടക്കേണ്ടി വരും കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് പ്ലേറ്റ് ചോദിച്ചപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അത് എടുത്ത് വയ്ക്കാൻ മറന്നുണ്ടായി. അത് പിന്നെ കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ എത്ര ഒരുക്കി വെച്ചാലും ചിലതൊക്കെ വിടും. അപ്പം ഞാൻ അങ്ങനെ പ്രാവശ്യം വിചാരിക്കും ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഒരുക്കി ആദ്യമേ വെക്കണം. നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് കുറവാണ്. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഒരു 2-3 പ്ലേറ്റ് നമുക്ക് വാങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. നമുക്ക് ഓരോന്ന് ഇതാവുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. അപ്പോൾ അതുപോലെ അപ്പോൾ അതാ സ്വാമിമാരൊക്കെ നമ്മൾ ദേവുട്ടി എക്സാമൊക്കെ കഴിഞ്ഞ് വന്നു. എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നേരെ അമ്പലക്കുളത്തിൽ പോയിട്ട് ഏട്ടനും ദേവുട്ടിയും കൂടി അമ്പലക്കുളത്തിൽ നിന്ന് കുളിച്ചിട്ടാട്ടോ വന്നത്. പാറുട്ടി അമ്മയും പിന്നെ വീട്ടിൽ നിന്ന് കുളിച്ചു. അപ്പോൾ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കെട്ടുനിറയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂജകളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ്. കെട്ട് നിറയ്ക്കുന്ന വീഡിയോ മൊത്തം മിസ്സായി. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ഇതാണ് ഉണ്ടായത്. അപ്പോൾ എന്താ പറയുക അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് നോക്കിയപ്പോഴാണ് അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏട്ടൻ്റെ കെട്ട് നിറച്ചത്. ബാക്കി ദേവുട്ടിയുടെയും അമ്മയുടെതും പാറുട്ടിയുടെയും ആദ്യം കഴിഞ്ഞു. ലാസ്റ്റ് ഏട്ടൻ്റെ ഇരുന്നപ്പോൾ ഏട്ടൻ്റെ കെട്ടിൽ ലാസ്റ്റ് ഇതാ വിനിതിയും സുഖമൊക്കെ ഇങ്ങനെ അരിയൊക്കെ ഇടുകയാണ് കേട്ടോ. ആ ഒരു ഇത് മാത്രം അപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ഏട്ടൻ്റെ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്ത് നോക്കിയതാണ്. മറ്റേത് നമ്മൾ ഫ്രണ്ടിൽ ഒന്നും കൂടി നന്നായി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവച്ചു, സ്റ്റാൻഡിലൊക്കെ ആയിട്ട് വെച്ചു ട്രൈപ്പോഡിൻ്റെ മുകളിൽ. പക്ഷേ അത് ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ അതാണ് ലാസ്റ്റ് അതിൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ അവർ കെട്ടുനിറക്കൊക്കെ കഴിഞ്ഞ് കുളിച്ചു. വീണ്ടും കുളിച്ച് ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഏകദേശം വരാനായിരിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഫുഡ് കഴിച്ചൊരു കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമല്ലോ വിചാരിച്ചിട്ട് വേഗം ഭക്ഷണം കൊടുത്തു. നമ്മളെ ഗുരുസ്വാമി ഒരു കട്ടൻ കുടിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഇവരെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഇവർ ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ കഴിക്കണുള്ളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം, നന്നായി കഴിക്കാൻ പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളുണ്ട്. അടുത്ത അമ്പലത്തിലൊക്കെ പോയിട്ട് നിർത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് നന്നായി കഴിക്കാൻ പറയണം.
പിന്നെ ഛർദിന്നൊരു പേടിയുണ്ട്, അതുകൊണ്ട് ഗുളികയൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കെട്ട് നിറയ്ക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വിശ്രമിക്കാൻ നേരം കിട്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഉമ്മർത്തിന്ന് വർത്താനം പറഞ്ഞ് ഒക്കെ സമയമായി. അവരിതാ ഇവിടെ എത്താനായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു ചെറിയ ട്രാവലറിലാണ് പോണത്. നമ്മളെ വല്യച്ഛൻ്റെ പിള്ളേരും വല്യമ്മയും അങ്ങനെയൊക്കെ ആയിട്ട് അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരവിടുന്ന് നമ്മളെ എടുത്തുള്ള സ്ഥലം തന്നെയാണ്, കുറച്ച് പോകേണ്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് അവരുണ്ട് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. അവർ രുദ്ര ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ഇവർ പോണത് അറിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, വണ്ടിയൊക്കെ കയറുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഏട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ, വലിച്ചൻ്റെ മക്കളുണ്ട് പറഞ്ഞില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കെട്ടെടുത്തിട്ട് പോവുക, അതാണ് ഇനി മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ദേവുട്ടിക്ക് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോവാണ് ദേവുട്ടിയായാലും പാറുട്ടിയായാലും അതെ മലയ്ക്ക് പോവുകയാണെന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളവിടെ മുറ്റത്ത് കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, കല്ല് കഴുകിയിട്ടുണ്ട്. നമ്മൾ തിരിയും കർപ്പൂരമൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. രക്ഷകരെ വീരരെ കണ്ഠനെ പ്രപഞ്ചനെ ഭൂലോകനാഥനെ ഒന്ന് 18-ാം പടികളെ 18-ാം പടിക്കുള്ള നാഥനെ 18-ാം പടിക്ക് അതീവനെ സ്വാമിയേ 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 ഓം ശ്രീ സ്വാമിയേ ഓം ശ്രീ സ്വാമിയേ ഓം ശ്രീ സ്വാമിയേ ഈ സമയത്ത് തന്നെ നമ്മളെ നെഞ്ഞു പൊട്ടി തുടങ്ങിയിട്ടോ. എന്താ പറയുക, ഈ ശരണവിളി കേൾക്കുമ്പോൾ തന്നെ അറിയാണ്ട് കണ്ണ് നിറയും, ഭയങ്കര സങ്കടം. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്കൊരു ഫീലിങ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെ ദേവട്ടിക്ക് ആദ്യം കെട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മളെ ഒരേട്ടനാണ് കേട്ടോ, വലിച്ചൻ്റെ മോനാണ് കെട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ. എനിക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യം എന്തായാലും എൻ്റെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി ഇതാവട്ടെ. അതുപോലെ തന്നെ അമ്മ പ്രാവശ്യം കന്നിസ്വാമിയാണ്. അപ്പോൾ ദേവൂട്ടർ കഴിഞ്ഞ് പാർവതിക്കാട്ടോ വെച്ച് കൊടുത്തത്, അടുത്താണ് അമ്മയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതൊരു നല്ലൊരു ഇതാണ് കേട്ടോ, ഈ ഒരു സമയം എന്ന് പറയണത്. എന്താ പറയേണ്ടത് സത്യം പറഞ്ഞേക്ക് അറിയണില്ല. അപ്പോൾ ഇതാ ലാസ്റ്റ് ഏട്ടനും കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ അവരിറങ്ങുകയാണ്. ഇപ്പോൾ 3 മണിയൊക്കെ ആയിട്ടോ, 2 മണിയെന്നോ പറഞ്ഞത്, 2, 2:30, 3 മണി ആ ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ രുദ്രനെ ഞാൻ പിടിക്കുക കേട്ടോ, സുഖു അവരെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ദേവുട്ടീനെ കാണുമ്പോഴേക്ക് ഭയങ്കര ഇടങ്ങറ്. പാറുട്ടീനെ പിന്നെ ഒരു കൊല്ലം പോയ കാരണം ഒരിത്തിരിയും കൂടി ഇതുണ്ടല്ലോ. പിന്നെ ദേവുട്ടി കുറച്ച് വയസ്സുകൊണ്ടായാലും കുറച്ചും കൂടെ ചെറിയ പ്രായത്തിലാണ്, 5 വയസ്സാണ് ഇപ്പോൾ അവൾക്ക്. പാറുട്ടി പിന്നെ 7 വയസ്സിലാണ് ആദ്യമായിട്ട് പോയത്. അയ്യപ്പ 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 ശരണയ്യപ്പ ശരണയ്യപ്പ. അപ്പോൾ ദേവുട്ടിയുടെയും പാറുട്ടിയുടെയും ഒന്നും തേങ്ങ ഉടഞ്ഞില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഊക്കിനെറിയ അറിയില്ലല്ലോ, പിള്ളേരല്ലേ. അപ്പോൾ ഏട്ടനും അച്ഛനും കൂടിയിട്ട് അവരുടെ രണ്ടാളും തേങ്ങ ഉടച്ചു. അമ്മയും ഏട്ടനൊക്കെ ഇതാ തേങ്ങ ഉടച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഫാമിലി മാത്രമായിട്ടുള്ളൊരു വണ്ടിയിലാണ്. അപ്പോൾ നമ്മളുടെ ഈ ഇടവഴി കഴിഞ്ഞിട്ടുള്ള റൂട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് വണ്ടി. അപ്പോൾ അത് അവർ വണ്ടി കയറാൻ പോവുകയാണ്. ഇത് അവർ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ കേട്ടോ, ഈ വലിയ ബാഗിൽ ഏട്ടൻ്റെയും കുട്ടികളുടെയും മറ്റേതിൽ അമ്മയുടെയും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ വണ്ടി ഇവിടെ എടുത്ത് തന്നെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെയിൻ റോട്ടിലേക്ക് പോകേണ്ടി വന്നു. ഈ ടൈമിൽ നമ്മൾ ഇച്ചുട്ടനും രുദ്രും നല്ല കരച്ചിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇവരിത് എവിടേക്കോ പോവുകയാണ്, അവരെ കൊണ്ടുപോകണില്ല എന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ കരഞ്ഞ് പിന്നെ അടിച്ച് മാന്തി മുഖത്തൊക്കെ മുറിയൊക്കെ ചെയ്തിട്ടുണ്ട് മാന്തിയിട്ട്. അപ്പോൾ അവർ പോയതിന് ശേഷം നമ്മളിതാ ഊണയിക്കായിരുന്നു. കാരണം 3-3:30 ഒക്കെ ഉണ്ടായിരുന്നു. വിശന്ന് കുടലൊക്കെ അരിഞ്ഞൊരു അവസ്ഥയിലായി. അപ്പോൾ അതാ നമ്മൾ പായസം കഴിക്കട്ടെ. ലാസ്റ്റ് ഊണയിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നൊക്കെ കഴിഞ്ഞ് പായസം കഴിക്കുകയാണ്. അപ്പോൾ അമ്മയും അനിയനൊക്കെ പോയിട്ടോ. വിനിതയുടെ അമ്മേനെ ഞങ്ങൾ പറഞ്ഞയച്ചില്ല, നാളെ ലീവല്ലേ, ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിത് ഉമ്മർത്തിരുന്ന് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ.
അതാ രണ്ടാളും കൂടി ചെക്കന്മാർ രണ്ടാളും നമ്മൾ സോഫ ഹാളിൽ കെട്ടുനിറക്കി കുറച്ച് സ്പേസ് വേണ്ട വെച്ചിട്ട് ഉമ്മർത്തിക്കിട്ടുണ്ടായിരുന്നു സോഫ. അപ്പോൾ അതിൻ്റെ മുകളിൽ കിടന്ന് കളിക്കുക. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ അത് അതിൻ്റെ അടുത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ ടാറ്റ കൊടുക്കുക പറഞ്ഞപ്പോൾ 2 കൈ കൊണ്ട് ടാറ്റ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കണം. അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ തൃപ്രയാർ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.